ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ദിവസത്തെ വിശേഷങ്ങളും കാണാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ പോയ സമയത്ത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും പിന്നെ ഒരു മാംഗോ കുൽഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പിയും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതിപ്പോൾ രാവിലെ മോളുടെ ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വിസ റിന്യൂവൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടുക്കാനാണ്. അപ്പോൾ മോളുടെ ആദ്യത്തെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള ഫോട്ടോ അല്ലേ, അപ്പോൾ മാറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെയും കൊണ്ടിട്ട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയതാട്ടോ സ്റ്റുഡിയോയിൽ. അപ്പോൾ അവൾക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നതിൻ്റെ. സാധാരണ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെടുത്താലൊന്നും അവൾ മര്യാദക്ക് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്തതാണ്. പക്ഷേ സ്റ്റുഡിയോയിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അവളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ വീടിൻ്റെ താഴെയുള്ള ഒരു സ്റ്റുഡിയോ തന്നെ കേട്ടോ പോയത്. നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മ ഇവിടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കുന്ന മത്തനും പയറും വെച്ചിട്ടുള്ളൊരു കൂട്ടാനുണ്ടല്ലോ, അതും പിന്നെ പരിപ്പ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ വാഷ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വാഷ് ചെയ്യാനിടുന്നുണ്ട്. ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് കൂട്ടാനായിട്ട് ഇത് ഈ ഒരു മത്തനും പയറും വെച്ചുള്ള. ഇതിനെന്താ എരിശ്ശേരിയാണോ എനിക്കറിയില്ല കേട്ടോ ശരിക്കും ഇതിനെന്താ പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. അങ്ങനെ പിന്നെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചിട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് തോന്നി ഒന്ന് മാംഗോ കുൽഫി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ കാണുന്നുണ്ട്, ഇങ്ങനെ മാംഗോൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുൽഫി സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു കുൽഫി ഉണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇക്കാൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് ഒരുപാട് മാങ്ങ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു 2 എണ്ണം നമ്മൾ നല്ല നോക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സീഡ് എടുത്തിട്ട് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുൽഫി ഫ്രീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് തന്നെ ആ ഒരു മാങ്ങൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് എടുക്കുകയാണ്. ഇത് ചെറിയ മാങ്ങയായിരുന്നു കേട്ടോ. വീഡിയോയിൽ കുറച്ച് വലുപ്പം തോന്നുന്നുണ്ടാകും, പക്ഷേ കുറച്ച് ചെറിയ മാങ്ങയായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കുൽഫി ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതൊന്ന് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളൊന്ന് കുറുക്കിയിട്ട് എടുക്കണം. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് പാലല്ല എടുത്തത്. അപ്പോൾ അതൊരു 1-1.25 കപ്പ് ആവുന്നവരെ നമ്മളൊന്ന് കുറുക്കിയിട്ടെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് പാലിൽ കുങ്കുമപ്പൂവ് ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് നമുക്ക് കുൽഫിയിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1.25 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതും കുറച്ച് പാലിലൊന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പാലിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ പാലൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ആ ഒരു നമ്മളുണ്ടാക്കിയ ആ ഒരു സാഫ്രോണിൻ്റെ ആ ഒരു മിക്സ്ചറും പിന്നെ ആ ഒരു കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവർ നിങ്ങൾ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ ഫുള്ള് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളും ചേർത്തിട്ടുണ്ട്. കോൺഫ്ലവർ ആക്കി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുൽഫിയുടെ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്കിത് ആ ഒരു മാംഗോൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്രീസ് ചെയ്യണം. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എപ്പോൾ മാംഗോ സീസൺ ആയാലും ഞാൻ വിചാരിക്കും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. പൊതുവേ എനിക്ക് മാങ്ങ വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ അങ്ങനെ മാങ്ങ കഴിക്കുന്ന ഒരാളല്ല. ഇനി ഇത് പറഞ്ഞാൽ എനിക്ക് അടി കിട്ടുമോ അറിയില്ല. കാരണം ഒട്ടുമിക്ക പേരുടെയും ഒരു ഫേവറേറ്റ് ഫ്രൂട്ടാണല്ലോ മാംഗോ. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ.
അപ്പോൾ ഇങ്ങനെ കുൽഫിയൊക്കെ ആക്കി നോക്കിയാൽ എന്താ അവസ്ഥ എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കുകയാണ്. കുൽഫിയെല്ലാം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അത് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് അതും കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. കുറച്ച് കുൽഫിയുടെ മിക്സ്ചർ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു കുൽഫി മോൾഡിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ കഴിക്കാമല്ലോ. ഇനിയിപ്പോൾ എങ്ങാനും ആ ഒരു മാംഗോ കുൽഫി ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെങ്കിലും കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട്. പണ്ട് നമുക്ക് ചെറുപ്പത്തിൽ ഉമ്മ എപ്പോഴും ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കുൽഫി ഉണ്ടാവും. നമ്മൾ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കലായിരുന്നു. അപ്പോൾ എനിക്കിതിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ ആട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ അതും സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ഐക്യന്ന് ഒരു ഓൺലൈൻ സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള 2 സാധനങ്ങൾ സെയിലിൽ വന്നപ്പം അതങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ പോയിട്ട് പിക്ക് ചെയ്ത് വന്നിട്ട് അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ബൗളാട്ടോ. ഇത് ഞാൻ എപ്പോൾ ഐക്യ പോയാലും ഇങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. പക്ഷേ റേറ്റ് കാണുമ്പോൾ പിന്നെ തിരിച്ചു പോരും. അത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ സെയിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോട്ടർ ആൻഡ് പെസിലും ഞാൻ എപ്പോഴും നോക്കും കേട്ടോ. കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോട്ടർ ആൻഡ് പെസിലാണ് ആക്കിയുടെ. നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റും നല്ല സാധനമാണ്. പക്ഷേ ഇതിനും പറഞ്ഞ പോലെ തന്നെ നല്ല റേറ്റ് ആയിരുന്നു. അപ്പം സെയിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സെയിൽ കണ്ടപ്പം വാങ്ങിച്ചതാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു വുഡൻ്റെ ആ ഒരു മോട്ടർ ആൻഡ് പെസിലാട്ടോ. പക്ഷേ അത് എപ്പോഴും കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക അതാണ്. പിന്നെ ഞാൻ കിച്ചണിൽ കയറിയാൽ അവളതെടുക്കും. പിന്നെ എനിക്ക് യൂസ് ചെയ്യാൻ അത് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് അതിന് അവൾക്ക് തന്നെ കൊടുക്കാം, എനിക്ക് യൂസ് ചെയ്യാൻ പുതിയത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുകയാണ്. അപ്പോൾ ബെഡ്ഷീറ്റ് ചേഞ്ച് ആക്കുന്നതിൽ എനിക്ക് ഏറ്റവും പണിയുള്ളത് ഈ ഒരു ബെഡ് സ്പ്രെഡിൻ്റെ കവർ മാറ്റലാട്ടോ. അത് കുറച്ച് പണിയാണല്ലോ. അങ്ങനെ അതെല്ലാം ചേഞ്ചാക്കിയ ഉടനെ തന്നെ മോള് വന്നിട്ട് കുത്തിമറിയുന്നുമുണ്ട്. പിന്നെ ഇത് ഞാൻ നെക്സ്റ്റ് ഡേ എടുത്തതാട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഫ്രീസ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് ഫ്രീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് ഡേ ആണ് എടുത്തത്. കാരണം നമ്മളൊരു ഈവനിങ് അല്ലേ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ രാത്രിയിലേക്കൊന്നും ചിലപ്പോൾ ഫ്രീസ് ആയിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് ഡേ ആട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു പേപ്പർ കപ്പൊക്കെ ഒന്ന് ഒഴിവാക്കി എന്നിട്ട് ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മളിതിൻ്റെ സ്കിന്നൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് നമ്മളുടെ പീലർ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് പീൽ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് തന്നെ പോരും കേട്ടോ. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തണുത്തിട്ട് ഇത് കൈ കൊണ്ട് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കൈയൊക്കെ ഇങ്ങനെ മരവിച്ച പോലെ ആവും കുറച്ച് നേരം കഴിയുമ്പോൾ. ഇത് സക്സസ് ആവുമോ എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്ലഷുള്ള മാങ്ങയായിരുന്നു. ഉള്ളിൽ നല്ല ഫ്ലഷ് ഉണ്ടായിരുന്നു. കട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. അധികം കുൽഫി ഉണ്ടായിരുന്നില്ല, അധികം മാങ്ങ തന്നെയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, കഴിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ ആയിരുന്നു. എനിക്കങ്ങനെ വലിയ ഹൈപ്പിനുള്ള ആ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല. ഇനിയിപ്പോൾ എനിക്ക് മാങ്ങ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, കുഴപ്പമുണ്ടായിരുന്നില്ല കഴിക്കാൻ. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത് കുൽഫി അങ്ങനെ തന്നെ കഴിക്കാനാട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇനി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കുൽഫിയുടെ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പിന്നെ വേറെ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. നമ്മൾ ഗ്ലോബൽ വില്ലേജിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അമ്മക്ക് അങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പം നമ്മളങ്ങനെ പോയതാണ്. ഇപ്പോൾ ഒരു ദിവസം ഇക്കാക്ക് ദുബായിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കാൻ്റെ കൂടെ പോയിട്ട് പിന്നെ നമ്മൾ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഇറങ്ങി. അപ്പം ബ്രദറിൻ്റെ കൂടെയാണ് നമ്മൾ ഇപ്പം ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഗ്ലോബൽ വില്ലേജ് ഇപ്പോൾ ക്ലോസ് ആവാനായി. ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ.
മെയിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ ഷോപ്പിങ്ങിന് തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എല്ലാ പവലിയൻസിലൊന്നും കയറിയിട്ടില്ല. നമുക്ക് വേണ്ട ആ ഒരു പവലിയൻസ് മാത്രം ചൂസ് ചെയ്തിട്ട് അങ്ങനെ കയറിയതാണ്. അതിൽ ഈ ഒരു ഇന്ത്യൻ പവലിയനിലുള്ള ഈ ഒരു ബ്ലോക്ക് പ്രിൻസിൻ്റെ സെക്ഷൻ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബ്ലോക്ക് പ്രിൻസ്, ഇന്ത്യൻ പ്രിൻസൊക്കെ കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും അതിന് നോക്കിയിരിക്കും. പിന്നെ ഉമ്മ ഈ ഒരു ഷോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കല്യാണം അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തീമൊക്കെ ആക്കാൻ പറ്റിയൊരു ടൈപ്പ് ഷോൾ കേട്ടോ. നല്ല കളർഫുള്ളും എന്നാൽ കാണാനും നല്ല ഒരു രസമുള്ളൊരു ടൈപ്പ് ഷോള്. പിന്നെ ഉമ്മ എപ്പോൾ വന്നാലും മിസ് ചെയ്യാത്ത ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഈ വള, മാല, അങ്ങനെ ഈ 5 ദിറംസ് 2 ദിറംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറേ കളക്ട് ചെയ്യും കേട്ടോ. ബ്രദറിൻ്റെ മോൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞാൻ എപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ വന്നാലും മിസ് ചെയ്യാതെ പോകുന്നൊരു പവലിയനാണ് ചൈന കേട്ടോ. അപ്പോൾ ചൈനയിൽ ഇങ്ങനെ നമുക്ക് നൈറ്റ് വെയേഴ്സൊക്കെ നല്ല ഇതിൽ കിട്ടാറുണ്ട്. ഇങ്ങനെ 4 പീസസൊക്കെ 100 ദിറംസിന് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും മോൾക്ക് വാങ്ങിക്കാറുണ്ട്. അങ്ങനത്തെ കുറച്ച് ഇടാൻ നല്ല സുഖമുള്ള നല്ല മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ. ഉമ്മാൻ്റെ ഒരു ഫേവറേറ്റാണ് ഈ ഒരു ജ്വല്ലറി സെക്ഷൻ കേട്ടോ. ഈ കല്ലുകൾ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം അവിടെ തന്നെ അങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഉമ്മ അവിടെ നോക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്തുള്ള സ്റ്റാളുകളിലൊക്കെ പോയിട്ട് ഇങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരുന്നു. ചൈനയുടെ പവലിയനിലൊക്കെ നല്ല നല്ല കോഡ് സെറ്റ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ നല്ലോണം നമ്മൾ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവർ ആദ്യമൊക്കെ പറയുമ്പോൾ നല്ല റേറ്റാണ് പറയുക, പിന്നീട് നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഞാൻ അതുപോലെ തന്നെ എപ്പോഴും വാങ്ങിക്കുന്നതാണ് നൈറ്റ് വെയർസ്. എനിക്കുള്ള നൈറ്റ് വെയർസും ഞാൻ വാങ്ങിക്കും. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ 3 പീസസ് 4 പീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കും കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പോയത് പാകിസ്ഥാൻ പവലിയനിലേക്കാണ്. അവിടെ നല്ല പാകിസ്ഥാൻ സൽവാറൊക്കെ കിട്ടുമല്ലോ. ഉമ്മ ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു സ്റ്റോളിൽ നല്ല ഒരു കോലാപുരി സ്റ്റൈലുള്ള
ചപ്പൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ചപ്പൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇന്ത്യൻ വെയറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനത്തെ ചപ്പൽസൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ചപ്പൽസൊക്കെ കാണൽ കുറവാട്ടോ. ഇത് ഇങ്ങനത്തെ ഗ്ലോബൽ വില്ലേജിലൊക്കെയാണ് അധികം ഞാൻ കാണാറ്. അപ്പം ഈ ഒരു ടൈപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് ഇടാൻ നല്ല കംഫർട്ടബിൾ ആട്ടോ. നല്ല അതിൻ്റെ ആ ഒരു നമ്മൾ ചവിട്ടുന്ന ആ ഒരു ഭാഗം നല്ല കുഷ്യൻ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇടാൻ നല്ല സുഖമുണ്ട്, നല്ല ഗ്രിപ്പും ഉണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ വെയർസിൻ്റെ ഒക്കെ കൂടെ നല്ലതായെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പെയർ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നൊന്നും അറിയില്ല. കുറച്ച് ഇട്ട് നോക്കണം, എന്നിട്ട് എന്നാലേ അറിയുള്ളൂ ക്വാളിറ്റി ഒക്കെ എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ ഡെയിലി വെയർസ് നോക്കാൻ പോയിട്ടോ. പാകിസ്ഥാനി ലോണിൽ വരുന്ന ഡെയിലി വെയർസ് നോക്കാൻ പോയി. അപ്പോൾ ഇവിടെയും പറഞ്ഞ പോലെ തന്നെ അവർ ആദ്യം നല്ല വില പറയും, പിന്നെ നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ. എൻ്റെ ടോപ്പ് എനിക്ക് ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് നമ്മൾ ടർക്കിഷ് പവലിയനിലും കൂടി ഒന്ന് പോയിട്ടോ. അപ്പോൾ ടർക്കിഷിൽ അവരുടെ ആ ഒരു പാത്രങ്ങളുടെ ആ ഒരു സ്റ്റൈലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. പക്ഷേ കുറച്ച് റേറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സിനൊക്കെ 25 ദിറംസൊക്കെ വരുന്നുണ്ടായിരുന്നു. നമ്മളിത് നോക്കിയില്ല കേട്ടോ, ജസ്റ്റ് കണ്ടു. കാണാൻ നല്ല രസമാണ്. ഈ ഒരു ടർക്കിഷ് പാത്രങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. ഫുള്ള് നല്ല വൈബ്രൻറ്റ് പ്രിൻസൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടോ. ഇക്കാൻ്റെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ വിളിച്ചപ്പോൾ പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോയി. അപ്പോഴേക്കും തന്നെ നമ്മളുടെ ഒരുവിധം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.